മറ്റു വാർത്തയിലേക്ക് തദ്ദേശ വാർഡ് വിഭജനത്തിന് ബില്ല് കൊണ്ടുവരാൻ മന്ത്രിസഭാ തീരുമാനം. നേരത്തെ ഓർഡിനൻസ് കൊണ്ടുവരാനായിരുന്നു സർക്കാർ നീക്കം. ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും തീരുമാനമായി. സെയ്ഫ് സലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, എത്ര ദിവസത്തേക്കാണ് നിയമസഭ ചേരുക? ബജറ്റ് പാസ്സാക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. പക്ഷേ അതിനിടയ്ക്ക് തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ബില്ല് കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ദിവ്യ, തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡിനൻസ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് ഇറക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് ഗവർണർ അത് മടക്കി അയച്ചു. സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ കമ്മീഷന്റെ അനുമതി വൈകും എന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഓർഡിനൻസ് ഇതിനോടകം തന്നെ അതിന് പ്രസക്തി ഇല്ലാതായി മാറി. കാരണം നിയമസഭ വിളിച്ചു ചേർക്കാൻ ശുപാർശ ചെയ്താൽ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടില്ലെങ്കിൽ ആ ഓർഡിനൻസ് നിലനിൽക്കില്ല. ഇനി ബില്ല് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ജൂൺ മാസം 10 മുതൽ ജൂലൈ മാസം 25 വരെ 27 ദിവസം സഭ ചേരാനാണ് ആലോചിക്കുന്നത്. സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. അതിനിടയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുകൂടി സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. തദ്ദേശ വാർഡ് വിഭജന ബിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് സർക്കാർ ഒരുങ്ങുന്നത്. സെയ്ഫ് സലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.